ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്ത് ഹീറ്റ് ചെയ്യാൻ വെക്കുന്നു. പാനിലോട്ട് നമ്മൾ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. ഗീ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഗീ ഓർ ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഗീ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നല്ലൊരു ഫ്ലേവർ, ഈ വെജിറ്റബിൾസിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യും ഈ ഗീയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സുക്കീനിയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സുക്കീനി എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ്. അധികം കുക്കിംഗ് ടൈം വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് പാനിലോട്ടിട്ട് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 4 to 5 മിനിറ്റ്സ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. ലൈക്ക് ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാരറ്റ്, പൊട്ടാറ്റോ. ഇതൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമ്മുടെ ഹെൽത്തിന്. അത് ഇഷ്ടംപോലെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഈ പറഞ്ഞ പോലെ സ്കിന്നിന്, ഹെയറിന്, ഡൈജഷന്, പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് BP കൺട്രോൾ ചെയ്യാം, പിന്നെന്താ ഹാർട്ട് ഹെൽത്ത്, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തരുന്നതാണ് വെജിറ്റബിൾസ്. അപ്പോൾ കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ മീൽസിൽ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മൾക്കത് ഒരുപാട് ഹെൽത്തി ആയിട്ടിരിക്കാം, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കളേർഡ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം ഉപ്പും കുരുമുളകും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് പാനിലോട്ടിട്ട് കുറച്ച് റോസ്മേരിയും ഇട്ട് നമ്മൾ സോട്ട് ചെയ്യുക. ജസ്റ്റ് ഈ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ്, നമ്മുടെ ലഞ്ചിന് വെച്ച കുറച്ച് ഫ്രൈഡ് റൈസ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം പോർഷൻ, അതും കൂടുതൽ വെജിറ്റബിൾസും പിന്നെ മിൻസ്ഡ് ചിക്കൻ, എഗ് ഓംലെറ്റുമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൈഡ് റൈസിൻ്റെയും എഗ് ഓംലെറ്റിൻ്റെയും ഓംലെറ്റ് വിത്ത് ചിക്കൻ്റെയും റെസിപ്പി പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.